നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. മരത്തങ്കോട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കൂനമൂച്ചിയിൽ വീണ്ടും വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചു. ഭൂചലനത്തിൽ പരിഭ്രാന്തനായി കൊമ്പൻ പാറന്നൂർ നന്ദൻ. ത്യാഗസ്മരണങ്ങളിൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രി കൂട്ടായ്മയുടെയും സന്ദേശമുണർത്തി സമാഗതമാകുന്ന ഈദുൽ അസ്ഹ എന്ന ബലിപ്പെരുന്നാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. വലിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി മസ്ജിദുകളും ഈദ്ഗാഹുകളും. ദേശീയപാത മണത്തല ഐനിപ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ 14കാരൻ മരിച്ചു. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പുറകിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ ബിനോയ് തോമസിന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സന്ദർശിച്ചു. എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രിമാർ. കടങ്ങോട് ബെസ്റ്റ് ഗ്രാനൈറ്റ് ക്വാറി പരിസരത്ത് നിന്നും 400 ലിറ്റർ വാഷ് കണ്ടെത്തി. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. ഞായറാഴ്ച പുലർച്ചെ 3:55 ഭൂചലനം ഉണ്ടായത്. വൻ മുഴക്കത്തോടെയാണ് ഭൂമി കുലുങ്ങിയത്. ഭൂചലനം 3 മുതൽ 4 സെക്കൻഡ് വരെയും മുഴക്കം 10 സെക്കൻഡോളവും നീണ്ടുനിന്നു. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. തുടർച്ചയായ ഭൂമി കുലുക്കത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ. കുന്നംകുളത്തിന് പുറമെ വടക്കാഞ്ചേരി, വേലൂർ, കൈപ്പറമ്പ്, കടങ്ങോട്, എരുമപ്പെട്ടി, കേച്ചേരി, ഗുരുവായൂർ തുടങ്ങിയ മേഖലകളിലും ഭൂചലനം ഉണ്ടായി. ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലെയുള്ള ശബ്ദവും ഒപ്പം വിറയലും അനുഭവപ്പെട്ടു. എവിടെ നിന്നും അപകട വിവരം അറിവായിട്ടില്ല. പലരും പരിഭ്രാന്തരായി വീടിന് പുറത്തേക്ക് ഓടിയതായി പറയുന്നു. വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഭയം കൊണ്ട് മനുഷ്യന്മാർക്ക് കിടക്കാൻ പറ്റാതെയായി തുടങ്ങി. മനസ്സിൽ ഭയങ്കര ഭീതി വളർന്നു. ഭൂചലനത്തിൽ പരിഭ്രാന്തനായി കൊമ്പൻ പാറന്നൂർ നന്ദൻ. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ ഭൂചലനത്തെ തുടർന്നാണ് പാറന്നൂർ നന്ദൻ പരിഭ്രാന്തനായത്. ഉറക്കത്തിലായിരുന്നു കൊമ്പൻ. ഭൂമി കുലുക്കത്തെ തുടർന്ന് ഞെട്ടി ഉണർന്ന് കരയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിരിക്കുകയാണ്. സ്ഥിരമായി ആനയെ കെട്ടുന്ന പാറന്നൂരിലെ പറമ്പിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിലാണ് ആന ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് കരയുന്നതായി കാണുന്നത്. ശനിയാഴ്ച രാവിലെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് വളർത്തുമൃഗങ്ങളും പക്ഷികളും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച പുലർച്ചെ മേഖലയിൽ വീണ്ടും ഭൂചലനമുണ്ടായതും പൊതുവെ ശാന്തശീലനായ കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞെട്ടിയുണർന്ന് കരഞ്ഞതും. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് ആനായ്ക്കലിൽ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ സംഭവിച്ചു. ആനായ്ക്കൽ നടുവട്ടം സന്തോഷിന്റെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കുമാണ് വിള്ളൽ സംഭവിച്ചിട്ടുള്ളത്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വീടും സ്ഥലവും സന്ദർശിച്ചു. തഹസിൽദാരെയും ജിയോളജിസ്റ്റ് വിഭാഗത്തെയും വിവരം അറിയിച്ചതായി സീതാ രവീന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിൽ ചീരംകുളം പ്രദേശത്തെ വീടിന് സാരമായി വിള്ളൽ സംഭവിച്ചിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ രണ്ടാമത് ഭൂചലനം കൂടി സംഭവിച്ചപ്പോൾ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ബാക്ക് സൈഡ് ഒരുവിധം റൂമുകളിലും ടോയ്ലറ്റിലും ഒക്കെ വിള്ളലുണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള അമ്പിളി താഴ്ശ്ശേരി സന്തോഷിൻ്റെ വീടാണ് ഇങ്ങനെ ജിയോളജിക്കൽക്കാർക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി എന്നുള്ള ഒരു ആശ്വാസമാണ്. എരുമപ്പെട്ടി മേഖലയിലും ഭൂചലനമുണ്ടായി. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മരത്തങ്കോട് AKG നഗറിൽ മഞ്ചേരി സരസ്വതി മോഹനന്റെ വീടിനാണ് വിള്ളലുകൾ ഉണ്ടായത്. ശക്തമായ കുലുക്കത്തിൽ വീടിന്റെ ചുമരിന്റെ പല ഭാഗങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. ചുമരിൽ നിന്നും ഇഷ്ടികയുടെ ഒരു ഭാഗം കുട്ടികൾ കിടക്കുന്ന ഭാഗത്തേക്ക് വീണു. സരസ്വതിയും മകൻ സുമോദ്, മരുമകൾ ബീന, ഇവരുടെ മക്കളായ 10 വയസ്സുള്ള ആദികൃഷ്ണ, 8 വയസ്സുള്ള ആരാധ്യ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്.
കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങിയോടി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർ ഷൈബുന്നിസ ഷറഫുദ്ദീൻ എന്നിവരും വില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കുന്നുണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല, എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടന്നിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടു നിൽക്കിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ മോനെ എടുക്കുക ചെയ്തത്. അവൻ ഭയങ്കര ഉറക്കത്തിലാണ്, ഉണരുന്നില്ല, പിടിച്ച് വലിച്ചു ഞാൻ വേഗം കിടക്കുന്ന സ്ഥലത്ത്. പിന്നെ ഞങ്ങളുടെ വീട് സന്ദർശിക്കാനായിട്ട് ബ്ലോക്ക് മെമ്പർ മണിയേട്ടൻ, ഞങ്ങളുടെ വാർഡ് മെമ്പറായ സൈബുന്നിസ ഷറഫു, 17ാം വാർഡ് മെമ്പർ ലോറൻസ് ഏട്ടനൊക്കെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഭൂചലനത്തെ തുടർന്ന് കൂനമുച്ചിയിൽ വീണ്ടും വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചു. കൂനമുച്ചി കലാനഗറിൽ മൂത്തേടത്ത് ജലജ കൃഷ്ണന്റെ വീടിന്റെ ഭിത്തിക്കാണ് വിള്ളൽ സംഭവിച്ചിട്ടുള്ളത്. വീടിന്റെ അകത്തെ മുറിയിലും അടുക്കളയിലുമാണ് ചുവരുകൾ വിള്ളൽ വീണ നിലയിലായിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 3:55 ഭൂചലനത്തെ തുടർന്നാണ് ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ഭൂചലനത്തെ തുടർന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് ചുവരിൽ വിള്ളൽ സംഭവിച്ചത് കണ്ടതെന്ന് ജലജ പറഞ്ഞു. ഭിത്തിയുടെ ഭാഗത്തു നിന്നും സിമന്റ് കട്ടയും അടർന്നു വീണിരുന്നുവെന്നും ജലജ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 8:15 മേഖലയിൽ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് കൂനമുച്ചി അന്തിക്കാട്ട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ സംഭവിച്ചിരുന്നു. മേഖലയിൽ 24 മണിക്കൂറിനുള്ളിൽ 2 തവണ ഭൂചലനം ഉണ്ടായതിന്റെ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ. പുലർച്ചെ കട്ടുമെന്ന് കിടക്കുന്നിറങ്ങുമ്പോൾ കുലുക്കം കേട്ടിട്ട് എനിക്കത് വിളിച്ച കൂടുതലായിട്ട് കണ്ടു. പിന്നെ ചേവലിങ്ങനെ തേപ്പൊക്കെ അടന്ന് വീണു. 4 മണിക്ക് ശേഷം കണ്ടത്. ദേശീയപാത മണത്തല ഐനിപ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ 14കാരൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്. ചാവക്കാട് പൊന്നറ ജ്വല്ലറി ജീവനക്കാരൻ കുരഞ്ഞൂരിൽ താമസിക്കുന്ന പാലപ്പെട്ടി വീട്ടിൽ കമാൽ ആഷിഖിന്റെയും ഷാനിലയുടെയും മകൻ നാസിം ആണ് മരിച്ചത്. 14 വയസ്സാണ്. ബൈക്ക് ഓടിച്ചിരുന്ന ഷഹീൻ ഷാ, ബൈക്കിലുണ്ടായിരുന്ന നാസിമിന്റെ മാതൃ സഹോദരന്റെ മകൻ ഫഹദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 8ഓടെയാണ് അപകടമുണ്ടായത്. തൊഴിയൂർ റഹ്മത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ ബിനോയ് തോമസിന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബിനോയുടെ കുടുംബത്തിനായുള്ള വീട് നിർമ്മാണത്തിനായി അടിയന്തര കൗൺസിൽ യോഗം ചേരാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ ചികിത്സ, വിദ്യാഭ്യാസം എന്നിവ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയോടൊപ്പം സീനിയറായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനും അടങ്ങുന്ന ഒരു സംഘമാണ് കുവൈറ്റിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചിരുന്നത്. ആ നടപടിക്രമങ്ങൾ തുടക്കത്തിലെ തീരുമാനമെടുത്തു. അതോടൊപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ സഹായമായി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രവാസികളുമായി ആലോചിച്ച് നോർക്ക റൂട്ട് വഴി പിന്നീട് തുടർച്ചയായിട്ടുള്ള സഹായ പ്രവാഹങ്ങൾ വരാൻ ഇടയായി. യൂസഫ് അലി 5 ലക്ഷം രൂപ, അതുപോലെ തന്നെ രവിപ്പുള്ള 5 ലക്ഷം രൂപ, സ്റ്റീഫന്റെ നേതൃത്വത്തിൽ 2 ലക്ഷം രൂപ, JK മേനോന്റെ നേതൃത്വത്തിൽ 2 ലക്ഷം രൂപ, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ. ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻമന്ത്രി VS സുനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ KJ തോമസ്, ഗുരുവായൂർ വില്ലേജ് ഓഫീസർ KA അനിൽകുമാർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T മുരളീധരൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, വാർഡ് കൗൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിന സലീം എന്നിവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. അപകടം നടന്നതിന്റെ ഒരാഴ്ച മുൻപ് ജൂൺ 5-നാണ് ബിനോയ് കുവൈത്തിലെത്തിയത്. NBTC കമ്പനിയുടെ കീഴിലുള്ള ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിൽ സെയിൽസ് വിഭാഗത്തിലാണ് ബിനോയ് ജോലി ചെയ്തിരുന്നത്. തിരുവല്ല സ്വദേശിയായ സുഹൃത്ത് സാബു വഴിയാണ് കുവൈത്തിൽ ജോലിക്കായി എത്തിയത്. ജീവിതത്തിൽ ഒരു കര തേടിപ്പോയ ആളുകളാണ് മഹാഭൂരിപക്ഷം അവിടെയുള്ള ഈ മരണത്തിൽ ഉണ്ടായ ആളുകളെല്ലാവരും തന്നെ. അവരുടെ കുടുംബങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ആദ്യാവസാനം ചെയ്യാം എന്ന പൊതുധാരണയാണ് സർക്കാർ ഉണ്ടാക്കിയത്. അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ദുരന്ത മുഹൂർത്തത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക, ആ ഇടപെടലെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നടത്തി. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പരിരക്ഷയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റ് മാത്രമല്ല
MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി മലയാളിയുടെ ഒരു പൊതു സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖത്തിനിടയിലും നമ്മുടെ മലയാളിയുടെ ഒരു യോജിപ്പ് ഇവിടെയും കാണാൻ വേണ്ടി. CCTV ന്യൂസ് ചാവക്കാട്. കുവൈത്തിൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അപകടത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ ബിനോയ് തോമസിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മകന്റെ ജോലിയുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടുമെന്നും നിലവിൽ CK മേനോൻ കമ്പനി ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനായി ഇടപെടും എന്നും ഇവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും പറഞ്ഞു. കുടുംബങ്ങൾക്ക് മന്ത്രിയുടെ ഫോൺ നമ്പർ കൈമാറി ഏത് ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുവാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അമേരിക്കൻ മലയാളികളുടെ സംഘടനയും അതുപോലെ തൃശ്ശൂരിലെ വളരെ ഉദാരമതിയായിരുന്ന ഗൾഫ് പ്രവാസി ശ്രീ CK മേനോൻ്റെ മകൻ ജയകൃഷ്ണൻ മേനോൻ എല്ലാ കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായവും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇവിടെ ബിനോയുടെ മൂത്ത മകനായിട്ടുള്ള ആദി ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി JK മേനോൻ്റെ സ്ഥാപനത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താം എന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ഇവിടെ സഹസ്രാബ്ദങ്ങളുടെ ത്യാഗസ്മരണകളിൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രി കൂട്ടായ്മയുടെയും സന്ദേശമുണർത്തി സമാഗതമാകുന്ന ഈദുൽ അസ്ഹ എന്ന ബലിപ്പെരുന്നാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലിലാഹിൽ ഹംദ്. അല്ലാഹുവിലുള്ള ഭക്തിയും വിശ്വാസവും ദൃഢീകരിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉയരുന്ന തക്ബീർ ധ്വനികൾ സംഘധ്വനികളായി മാറുമ്പോൾ പള്ളികളും വീടുകളും പെരുന്നാളിന്റെ സാന്നിധ്യം അറിയുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകളാണ് പെരുന്നാളിലൂടെ പ്രബലപ്പെടുന്നത്. അല്ലാഹുവിന്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം മകനെ തന്നെ ബലി നൽകാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയുടെ മനസാന്നിധ്യവും ഇസ്മായിൽ നബിയുടെ ത്യാഗസന്നദ്ധതയും തുടർന്ന് അല്ലാഹുവിന്റെ അരുളപ്പാടിൽ നടന്ന മൃഗബലിയുമാണ് ബലിപ്പെരുന്നാളിലൂടെ വാഴ്ത്തപ്പെടുന്നത്. പെരുന്നാളിനെ മഹത്വവൽക്കരിക്കുന്ന മറ്റൊരു പ്രധാന സംഗതി വിശുദ്ധ മക്കയിലെ ഹജ്ജാജിമാരുടെ അറഫ സംഗമമാണ്. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് കഅബാലയം പുനർനിർമ്മിക്കുകയും ലോകരെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ക്ഷണിക്കുകയും അവർ സമ്മേളിക്കുകയും ചെയ്ത ദുൽഹജ് 10-നാണ് മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. രാവിലെ തന്നെ മുതിർന്നവരും കുട്ടികളും പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും യാത്രയാകും. രാവിലെ 7 മുതൽ പള്ളികളിലും പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. ഖത്തീബുമാരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ നമസ്കാരത്തിലും പ്രഭാഷണത്തിലും പങ്കെടുത്ത ശേഷമാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക. ഉളൂഹിയത്ത് വിതരണം, ഖബറിടങ്ങളിൽ സിയാറത്ത്, സഹജീവി കാരുണ്യ പ്രവർത്തനം, മതസൗഹാർദ്ദ സമ്മേളനം, രോഗീ സന്ദർശനം, കുടുംബസംഗമങ്ങൾ, പെരുന്നാൾ സദസ്സ്, പാരമ്പര്യ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നിവയും നടക്കും. ന്യൂസ് ഡെസ്ക് CCTV. ചാവക്കാട് മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. മുതുവട്ടൂർ രാജാ ഹാളിൽ രാവിലെ 7 മണിക്ക് പെരുന്നാൾ നിസ്കാരം നടക്കും. ഖത്തീബ് സുലൈമാൻ അസ്അരി നേതൃത്വം വഹിക്കും. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ രാവിലെ 9 മണിക്ക് മുഹമ്മദ് ദാരിമി അരിമ്പ്ര നേതൃത്വം നൽകും. കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ സാബിത് സഖാഫി, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷ തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സഖാഫി, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാഖവി കാങ്കുഗ്, ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കടപ്പുറം അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഷെഫീഖ് ഫൈസി കായംകുളം എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മത്സ്യ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. പഴകിയതെന്ന് സംശയം തോന്നിയ മത്സ്യങ്ങളുടെ സാമ്പിൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ചു. ഇന്നു പുലർച്ചെയാണ് പരിശോധന നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കുന്നംകുളം തുറക്കുളം മാർക്കറ്റിലെത്തുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകളാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായാണ് കുന്നംകുളത്തും പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് നിയമം പാലിക്കാതെ പ്രവർത്തിച്ച 107 സ്ഥാപനങ്ങൾ അടപ്പിച്ചു.
മൺസൂൺ സീസണിൽ ഇതുവരെ നടത്തിയത് 3044 പരിശോധനകളാണ്. നിയമലംഘനം നടത്തിയ 865 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ജൂലൈ 31 വരെ മൺസൂൺ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മൺസൂണിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. പരിശോധനയിൽ 1820 സർവൈലൻസ് സാമ്പിളുകളും 257 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു. മഴക്കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയാണ് പരിശോധന. സ്ഥാപനങ്ങളിലെ ലൈസൻസും ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും പ്രത്യേകം പരിശോധിച്ചു. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ശുദ്ധജലം കൊണ്ടുണ്ടാക്കിയ ഐസ് മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. CCTV ന്യൂസ്, കുന്നംകുളം. കടങ്ങോട് ബെസ്റ്റ് ഗ്രാനൈറ്റ് ക്വാറി പരിസരത്തു നിന്നും 400 ലിറ്റർ വാഷ് കണ്ടെത്തി. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഡ്രമ്മുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത്. ദിവസങ്ങൾക്കു മുൻപ് മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 40 ലിറ്ററോളം ചാരായം ഉൾപ്പെടെ 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഷ് പിടിച്ചെടുത്തത്. 220 ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ഡ്രമ്മിലും 20 ലിറ്റർ വീതം കൊള്ളുന്ന 8 പ്ലാസ്റ്റിക് കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ച നിലയിലാണ് 400 ലിറ്റർ വാഷ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ലെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിയുടെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, AC ജോസഫ്, NR രാജു, സുനിൽ ദാസ്, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള, ഇജാസ് എന്നിവരും വാഷ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പുറകിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തവനൂർ തൃക്കണാപുരം സ്വദേശി ചീരങ്കുഴിയിൽ വീട്ടിൽ 37 വയസ്സുള്ള പ്രജിത്ത്, ചാട്ടുകുളം സ്വദേശി അമ്പലത്ത് വീട്ടിൽ 59 വയസ്സുള്ള യൂസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സൈക്കിളിന് പുറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 3 മാസത്തിനു ശേഷം വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ. അകലാട് ഒറ്റൈനി സ്വദേശി വട്ടേക്കാട്ട് വീട്ടിൽ സത്യൻ മകൻ 19 വയസ്സുള്ള സനലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 13-ന് അഞ്ഞൂർ ജംഗ്ഷനിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം ബൈക്ക് നിർത്താതെ പോവുകയായിരുന്നു. 2 പേരും കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കേക്കാട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സ്ത്രീയുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സംഭവസ്ഥലം വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസിന്റെ അന്വേഷണം 1 മാസത്തിനു ശേഷം വടക്കേക്കാട് പോലീസിന് കൈമാറി. മോട്ടോർ സൈക്കിളിന്റെയും യാത്രക്കാരന്റെയും ചിത്രം അഞ്ഞൂർ ജംഗ്ഷനിൽ വടക്കേക്കാട് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്ന് ലഭിച്ചെങ്കിലും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറോ യാത്രക്കാരന്റെ മുഖമോ വ്യക്തമായിരുന്നില്ല. ബൈക്കിന്റെ മുൻഭാഗത്ത് നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല. ഈ ചിത്രം വാർത്താമാധ്യമങ്ങളും മറ്റും പ്രചരിപ്പിച്ചു. 70ഓളം ക്യാമറകൾ പരിശോധിച്ചാണ് വടക്കേക്കാട് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒറ്റേനി ബീച്ച് ഫെസ്റ്റിവൽ ദിവസം നടന്ന കൊലപാതക ശ്രമക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് സനലെന്ന് പോലീസ് പറഞ്ഞു. വടക്കേക്കാട് SHO ബിനു ആറിന്റെ നേതൃത്വത്തിൽ SIമാരായ ജലീൽ, സുധീർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻഡോ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പുതുശ്ശേരി പാറാത്തോടിന് സമീപത്തെ പാടശേഖരത്തിൽ മാലിന്യം നിക്ഷേപിച്ചിരുന്നയാളെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പിടികൂടി. പ്ലാസ്റ്റിക് ശേഖരിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി പ്രകാശനാണ് പിടിയിലായത്. പ്ലാസ്റ്റിക് ചെരുപ്പുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ പാടശേഖരത്തിൽ നിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ വാർഡ് മെമ്പർ പ്രമേഷ് കുമാർ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം 5ഓളം ചാക്കുകളിൽ മാലിന്യവുമായി എത്തിയ തമിഴ്നാട് സ്വദേശി പ്രകാശനെ വാർഡ് മെമ്പർ പ്രമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, JHI ജയദേവൻ എന്നിവർ സംഭവസ്ഥലത്തെത്തി കുന്നംകുളം പോലീസിനെ വിവരം അറിയിക്കുകയും മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ആളെ കൈമാറുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്വർണ്ണ ശ്രീകോവിലിന്റെ ചോർച്ച 19-ന് അടയ്ക്കും. ശബരിമല, വടക്കുന്നാഥൻ ക്ഷേത്രങ്ങളിലെ ചോർച്ച പരിഹരിച്ച ശശി പാലക്കാടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ചോർച്ച അടയ്ക്കുന്നത്. പണികൾ നടക്കുന്നതിനാൽ 19-ന് ഉച്ചയ്ക്ക് 1:30-ന് ക്ഷേത്രനട അടയ്ക്കും. പണികൾ പൂർത്തിയാക്കി ശുദ്ധി ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 4:30-ക്ക് തുറക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ അറിയിച്ചു. ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് ഒരാഴ്ച മുമ്പ് ചെറിയ ചോർച്ച കണ്ടത്. സ്വർണ്ണത്തകിടിനിടയിലൂടെ വെള്ളം പുറം ചുമരിലേക്ക് ഒലിച്ചിറങ്ങി താമരക്കണ്ണൻ അടക്കമുള്ള ചുമർ ചിത്രങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോർച്ച അടച്ചു കഴിഞ്ഞാൽ ചുമർ ചിത്രങ്ങളുടെ പുനരാവിഷ്കാരം നടത്തും. ഇതിന് ചുമർചിത്ര കലാകാരൻ KU കൃഷ്ണകുമാറിന് ദേവസ്വം ചുമതല നൽകി.
ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. സോപാനപ്പടിയിൽ ആദ്യ കോപ്പി സമർപ്പിച്ച ശേഷമായിരുന്നു പ്രകാശനം. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകി പ്രകാശനം നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ, PRO വിമൽ ജി നാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ദേവസ്വം വിശേഷങ്ങൾ, വിഷുഫലം, വ്രതങ്ങളും വിശേഷ ദിവസങ്ങളും, ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യം, പൂജാക്രമം, വഴിപാട് വിവരങ്ങൾ ഉൾപ്പെടെ സമഗ്രവും ആധികാരികവുമായ വിവരങ്ങൾ പഞ്ചാംഗത്തിലുണ്ട്. ജ്യോതിഷ പണ്ഡിത ശ്രേഷ്ഠരായ ഡോക്ടർ കെ ബാലകൃഷ്ണ വാര്യർ ഹരിപ്പാട്, പി ജഗദീഷ് പൊതുവാൾ പയ്യന്നൂർ, പി വിജയകുമാർ ഗുപ്തൻ ചെത്തല്ലൂർ, KS രാവുണ്ണിപ്പണിക്കർ കൂറ്റനാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചാംഗം തയ്യാറാക്കിയത്. GST ഉൾപ്പെടെ 70 രൂപയാണ് വില. കിഴക്കേനടയിലെ ദേവസ്വം പുസ്തകശാലയിൽ നിന്നു ലഭിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർപ്പൂരാദി കലശാഭിഷേകത്തിന്റെ ഭാഗമായി ബ്രഹ്മകലശാഭിഷേകം നടത്തി. രാവിലെ 7 മണിക്ക് സഹസ്ര കലശമാടൽ ആരംഭിച്ചു. തന്ത്രി കീഴ്മടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയോടൊപ്പം 20ഓളം വൈദികർ പങ്കെടുത്തു. വലിയ പാണിക്ക് ശേഷം മംഗളവാദ്യത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെയും ബ്രഹ്മകലശം എഴുന്നള്ളിച്ചു. നാമജപത്തോടെ ക്ഷേത്രം വലം വെച്ചു. മഹാദേവന് ബ്രഹ്മകലശം അഭിഷേകം നടത്തി. ക്ഷേത്രവും പരിസരവും ഭക്തജനങ്ങൾ നിറഞ്ഞു. ഞായറാഴ്ച നവശക്തി ഹോമം, ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധക്രിയ, ശ്രീ പാർവതീദേവിക്ക് തത്വകലശാഭിഷേകം എന്നിവയുമുണ്ടായി. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിത്യേന എത്തുന്ന മയിൽ ദർശനത്തിനെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും കൗതുകമാകുന്നു. കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച. മയിൽവാഹനപ്രിയനാണ് സുബ്രഹ്മണ്യസ്വാമി. അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിലെ മയിലിന്റെ സാന്നിധ്യം ഭക്തർക്ക് അനുഭൂതി നൽകുന്ന കാഴ്ചയാണ്. വർഷങ്ങളായി മുടങ്ങാതെ മയിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെത്തും. മേൽശാന്തി KK മനോജ് നേദ്യവും മറ്റും ഭക്ഷിക്കാനായി നൽകും. സന്ദർശകരില്ലെങ്കിൽ മനോജിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷിക്കും. ക്ഷേത്രം തുറക്കുമ്പോൾ മുതൽ തന്നെ സമീപത്തെ മരക്കൊമ്പുകളിൽ മയിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാകും. മനോജുമായി ഇണക്കമുള്ള മയിലിനെ ഇടയ്ക്ക് ആരോ തൊടുവാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉള്ളിൽ അല്പം ഭയം കൂടിയിട്ടുണ്ട്. അതിനാൽ തന്നെ അപരിചിതരെ കണ്ടാൽ ഇപ്പോൾ മരത്തിൽ തന്നെ ഇരിപ്പുറപ്പിക്കും. കൂടുതലും ആളൊഴിഞ്ഞതിനു ശേഷമേ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരാറുള്ളൂ. തുടർന്ന് മേൽശാന്തി നൽകുന്ന ഭക്ഷണവും കഴിച്ച് മടങ്ങും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മലങ്കര ഓർത്തഡോക്സ് സഭ ആർച്ച് കോർ എപ്പിസ്കോപ്പായി അവരോധിതനായ കോനാട്ട് ഡോക്ടർ ജോൺസ് എബ്രഹാം ആർച്ച് കോർ എപ്പിസ്കോപ്പയ്ക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കാലത്ത് കോർ എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഭദ്രാസന പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ള വൃക്ഷത്തൈ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പരിസ്ഥിതി കമ്മീഷൻ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് വർഗീസ്, പരിസ്ഥിതി കമ്മീഷൻ സെക്രട്ടറി എഡ്വി സക്കറിയ, പള്ളി സെക്രട്ടറി ഡിക്സൺ സി ചെറിയാൻ എന്നിവർ ഇടവകയുടെ ഉപഹാരം സമർപ്പിച്ചു. സഹവികാരി ഫാദർ ജോസഫ് ജോർജ് സ്വാഗതവും സെക്രട്ടറി കുഞ്ഞുമോൻ K ജേക്കബ് നന്ദിയും പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള സംസ്ഥാന പാതയിലെ മരണക്കുഴികൾ അടച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാതയിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാകുകയും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രികർ വലയുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമായിരുന്നു വേറിട്ട സമരം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും സ്ഥലം MLAയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ പോൾ സമരം ഉദ്ഘാടനം ചെയ്തു. 3-ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് OM ഷാജി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധനീഷ് ചുള്ളിക്കാട്ടിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ജെയ്സൺ ചാക്കോ, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം AK ജെയിംസ്, PV റാഫി, UM പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. റോഡിന്റെ ദുർഗതിക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാധവട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് മുഴുവൻ ചങ്ങല കൂട്ടിയവരാണ് LDFകാര്. അവർക്കിന്ന് ചങ്ങല കൂട്ടാനോ ചങ്ങലയ്ക്ക് കണ്ണി കോർക്കാനോ ആളില്ലാതെയാണോ ഈ സമരം മുന്നോട്ട് പോകാത്തത്, ഈ റോഡ് നന്നാക്കാത്തത് എന്ന് നാം നോക്കിക്കാണിരിക്കുന്നു. അത്രയും ആഭാസ്യമായ രീതിയിൽ ഭരണം നടത്തുകയും
ഗുരുവായൂർ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് നാട്ടുകാർ ഇടപെട്ട് വൃത്തിയാക്കി. ഗുരുവായൂർ നഗരസഭയുടെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന തോട് വർഷങ്ങളായി മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. നിരന്തരം പരാതിപ്പെട്ടിട്ടും വൃത്തിയാക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ തോട്ടിലിറങ്ങി വൃത്തിയാക്കുകയായിരുന്നു. കിലോ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് നീക്കം ചെയ്തത്. തൊമ്മിൽ ഗോപി, ഷാജി നമ്പറമ്പത്ത്, അനിൽ ബ്രഹ്മകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ ഭരണപക്ഷത്തിനെതിരെ RMPI കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. സമരത്തിന് നേതൃത്വം നൽകിയ RMP കൗൺസിലർമാരായ ബീന രവി, റീജ സലീൽ, സന്ദീപ് ചന്ദ്രൻ എന്നിവരെ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അങ്കണത്തിൽ വെച്ച് ഷാൾ അണിയിച്ച് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സമരത്തിന്റെ സമാപന യോഗം RMP ജില്ലാ സെക്രട്ടറി PJ മോൻസി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ VP കൃഷ്ണകുമാർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം VK തമ്പി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ബിനീഷ്, പ്രസിഡന്റ് CT അനീഷ്, VP കൃഷ്ണകുമാർ, TA ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹിന്ദുസ്ഥാനി ഗായകൻ ഉസ്താദ് ഗുലാം നിയാസ് ഖാന്റെ കച്ചേരി ആസ്വാദകരുടെ മനം കവർന്നു. ചാവക്കാട് ഖരാനയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ടൗൺ ഹാളിലാണ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത കച്ചേരി അരങ്ങേറിയത്. ഉസ്താദ് ഗുലാം നിയാസ് ഖാന് അകമ്പടിയായി ഡോക്ടർ രവീന്ദ്ര ഗുരുരാജ് കടോടി ഹാർമോണിയത്തിലും സുമിത് നായക് തബലയിലും പിന്തുണ നൽകി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഭാരവാഹികളായ K മോഹൻദാസ്, TC കോയ, മാളിയേക്കൽ മുഹമ്മദ് കുട്ടി, വേണു എടക്കഴിയൂർ, PK അൻവർ, ചന്ദ്രൻ പാവറട്ടി, V അജിത് രാജ്, AH അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യ വിതരണവും പരിസര ശുചീകരണവും നടന്നു. ദേവാലയഗണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഔഷധ സസ്യ വിതരണത്തിന്റെ ഉദ്ഘാടനം മറ്റം ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരൻ KR ജിൻസൺ, കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് EJ ജോഫി, ഇടവകയിലെ മുതിർന്ന കർഷകൻ റപ്പായി എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ശുചീകരണത്തിന്റെ ഉദ്ഘാടനം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ നിർവഹിച്ചു. ഡീക്കൻ ജിന്നിൽ കുത്തൂർ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് EF സണ്ണി, സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ്, ട്രഷറർ CJ ബാബു, മറ്റു ഭാരവാഹികളായ ജോൺസൺ കാക്കശ്ശേരി, അൽഫോൺസ റാഫേൽ, PA ജാൻസി ടീച്ചർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിസ്റ്റൺ വർഗീസ്, PT സേവി എന്നിവർ ഔഷധ സസ്യ വിതരണത്തിനും പരിസര ശുചീകരണത്തിനും നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസിലെ മുഴുവൻ അംഗങ്ങളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. CCTV ന്യൂസ് കേച്ചേരി. ഉൾനാടൻ മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടത്തിൽ മീൻ പിടിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളുമായി ഫിഷറീസ് വകുപ്പ്. പെങ്ങാമുക്ക് മേഖലയിൽ പരിശോധന നടത്തിയ സംഘം 40ഓളം കുരുത്തികൾ നശിപ്പിച്ചു. കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്ന സമയത്ത് ഉൾനാടൻ മത്സ്യങ്ങളെ പിടിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കർശനമായി പാലിക്കാറില്ല. നാടൻ മത്സ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കിയത്. അനധികൃത മീൻപിടുത്തത്തിനെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ ട്രോളിംഗ് സമയത്ത് മീൻ പിടിക്കരുതെന്ന് നിർദ്ദേശമുണ്ടായതിനാൽ കുരുത്തുകളെല്ലാം കൂട്ടിക്കെട്ടി പാടത്ത് ഇടുകയാണെന്ന് ചെയ്തതെന്ന് ഉൾനാടൻ മീൻപിടുത്തക്കാർ പറയുന്നു. ട്രോളിംഗ് നിരോധനം പിൻവലിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ സൂക്ഷിച്ച കുരുത്തികളാണ് അധികൃതർ നശിപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നാരോപിച്ച് BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കൊതുകുവല വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു. BJP ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെൽ കൺവീനർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കാശ്ശേരി, പൂക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി ജിതിൻ കാവീട്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, പ്രബീഷ് തിരുവേങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നഗരസഭ ഭരിക്കുമ്പോൾ ആ നഗരത്തിലുണ്ടാവുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ആ നഗരത്തിൽ മഴക്കാലത്തിന് മുന്നോടിയായി, മഴക്കാലം വരുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ട
ശുചീകരണ പ്രവർത്തനങ്ങളായിട്ടുള്ള കാന വൃത്തിയാക്കൽ പോലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അത്തരം പരിപാടികളൊന്നും ചെയ്യാൻ ഗുരുവായൂർ നഗരസഭയിലെ ഭരണാധികാരികൾക്ക് സമയമില്ല. ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനവും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ ഭാഗം മാത്രമാണ് ഗുരുവായൂർ നഗരസഭയിൽ ഇത്രയ്ക്കധികം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നായി 39 ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് മൊമന്റോ നൽകി ആദരിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യാതിഥിയായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്ററും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുമായ KK മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, വായനശാല സെക്രട്ടറി സൗമ്യ യോഗേഷ്, VEO ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, വനിതാവേദി ചെയർപേഴ്സൺ KR രാധിക, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് PT ദേവസി, വായനശാല ഭരണസമിതി അംഗങ്ങളായ NG മോഹനൻ, റഷീദ് എരുമപ്പെട്ടി, കുഞ്ഞുമോൻ കരിയന്നൂർ, പഞ്ചായത്ത് AE ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PM രശ്മി, ഹരിതകർമ്മസേന സെക്രട്ടറി AS സഫിയ എന്നിവർ സംസാരിച്ചു. TV ന്യൂസ് എരുമപ്പെട്ടി. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. കാട്ടകമ്പാൽ ചിറക്കൽ സെന്ററിൽ നിന്നും രാമപുരത്തേക്കുള്ള റോഡിന്റെ അരികിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുമാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. പഴഞ്ഞി IHDP റോഡ്, പെരുന്തുരുത്തി റോഡ് എന്നിവിടങ്ങളിലും പൈപ്പിന് ലീക്ക് ഉണ്ടായിട്ടുണ്ട്. പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി വെള്ളം പാഴാകുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന്റെ ചികിത്സാ ചെലവിനായി ബിരിയാണി ചലഞ്ച് നടത്തി. കാരുണ്യത്തിന്റെ മാതൃക തീർത്തിരിക്കുകയാണ് എരുമപ്പെട്ടിയിലെ ഒരു കൂട്ടം യുവാക്കൾ. വേലൂർ കിരാലൂർ സ്വദേശിയായ അനുദേവ് കൃഷ്ണയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനു വേണ്ടിയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിലെ യുവാക്കൾ ബിരിയാണി ചലഞ്ച് നടത്തിയത്. നാടൊന്നാകെ ഇവരോടൊപ്പം കൈകോർത്തു. വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേർ ഫണ്ട് നൽകിയും ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്തും ഈ ഉദ്യമവുമായി സഹകരിച്ചു. 2000-ലധികം ബിരിയാണി പാക്കറ്റുകളാണ് തയ്യാറാക്കിയത്. ഒരു പാക്കറ്റിന് 100 രൂപയാണ് ഈടാക്കിയത്. മുഴുവൻ പാക്കറ്റുകളും വിറ്റഴിച്ചു. ലഭിച്ച ഫണ്ട് മുഴുവൻ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറും. വാട്സപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കോട്ടിൽ, കണ്ണൻ എരുമപ്പെട്ടി, അമീർ എരുമപ്പെട്ടി, ശിവൻ ആശാൻ, ശ്രീകാന്ത്, ലാലു, ഷെഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവരും നമ്മുടെ ചെക്കന്മാർ കംപ്ലീറ്റ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടാണ് ഇത് നടത്താൻ പറ്റണത്. ഇനിയും ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് എങ്ങനെ എന്തെങ്കിലും ഒരു വയ്യാത്തൊരു സംഭവം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൊച്ചുകുട്ടിയുടെ ചികിത്സയുടെ ആവശ്യമായിട്ട് നടത്തിയ നാടിനും നാട്ടുകാർക്കും എന്ന ഈ വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും, പിന്നെ ആ കുട്ടിക്ക് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 1000-ഓളം വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. കുന്നംകുളം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അജയ് മോഹൻ, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് K ജയശങ്കർ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറി P രാജു, നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, CB ബേബി, സോയ ജോസഫ്, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് രേഷ്മ സതീഷ്, റോഷിത് ഓടാട്ട്, അജിത്ത് പെരുമ്പിലാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജിനീഷ് തെക്കേക്കര പ്രസിഡന്റ്, ജോൺ മാത്യു സെക്രട്ടറി, ബിനോയ് വടക്കൻ വൈസ് പ്രസിഡന്റ്, ഷെജിൻ ചുഗത്ത് ജോയിന്റ് സെക്രട്ടറി, ഗിൽബർട്ട് പാർമേൽ ട്രഷറർ എന്നിവരാണ് പുതിയ വർഷത്തെ ഭാരവാഹികൾ. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിലായി ആഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ മെഹന്തി ഫെസ്റ്റിന് പ്രധാനാധ്യാപിക പ്രമീള നേതൃത്വം നൽകി.
അറബിക് അധ്യാപിക റസീന ബലിപെരുന്നാൾ സന്ദേശം നൽകി. അധ്യാപകരായ കവിത, ബുഷറ, ലുബ്ന എന്നിവർ കുട്ടികൾക്ക് മൈലാഞ്ചി അണിയിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിൽ മെഹന്തി ഫെസ്റ്റ് മെഹന്തി ആർട്ടിസ്റ്റ് ഷഹന ഫാസിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫസീല സക്കീർ അധ്യക്ഷയായി. മാതൃസംഘം പ്രസിഡന്റ് വിന്യ ജയൻ, ഫൈസൽ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഗീത സ്കൂളിന്റെ ഉപഹാരം ഷഹന ഫാസിലിന് നൽകി. അധ്യാപകരായ ശോഭ, ദീപ്തി, ഷീബ, സെപ്റ്റീന, സിൽവി, എസിയ എന്നിവർ നേതൃത്വം നൽകി. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഈദ് കിസ എന്ന പേരിൽ ബക്രീദ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഫൗസിയ ഷഹീദ് ബലിപെരുന്നാൾ സന്ദേശം നൽകി. അൻസാർ സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് മാപ്പിളപ്പാട്ട്, മെഹന്തി ഫെസ്റ്റ്, ഒപ്പന എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ പ്രത്യേകം തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ അധ്യാപകർക്ക് കൈമാറുകയും ചെയ്തു. അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാളിനെ ഒരു പുത്തനെടുപ്പ് പദ്ധതിയുടെ ഭാഗമായി അനാഥരായ കുട്ടികൾക്ക് പുതുവസ്ത്രത്തിനുള്ള ധനസഹായം വിതരണം ചെയ്തു. ഖലീഫ ട്രസ്റ്റിമാരും ഖലീഫ പ്രവാസി ഗ്രൂപ്പ്, വനിതാ ഗ്രൂപ്പ് മെമ്പർമാരുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പുത്തനെടുപ്പിനുള്ള ധനസമാഹരണം കണ്ടെത്തിയത്. പ്രദേശത്തെ 140ഓളം കുട്ടികൾക്ക് ഇതിന്റെ ഭാഗമായി ഫണ്ട് വിതരണം ചെയ്തു. ഖലീഫ ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് നടത്തിയ വിതരണ ചടങ്ങ് പുന്നയൂർക്കുളം പഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ KH ആബിദ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് കൺവീനർ TK ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി PP ഫൈസൽ, വനിതാ ഗ്രൂപ്പ് അംഗങ്ങളായ റസീന ഉസ്മാൻ, സഹീറ അയ്യൂബ്, രക്ഷാധികാരികളായ നൂറുദ്ദീൻ, മുസ്തഫ കുരഞ്ഞൂർ, മെമ്പർമാരായ ഹുസൈൻ എടയൂർ, KC ഷറഫുദ്ദീൻ, അബ്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം കുന്നംകുളം യൂണിയൻ, സ്മൈൽ ട്രസ്റ്റ്, കോട്ടയം ശ്രീനാരായണ കൂട്ടായ്മയുമായി സഹകരിച്ച് 3 ദിവസങ്ങളിലായി ഹോമമന്ത്രം, പുഷ്പാഞ്ജലി അർച്ചന പഴഞ്ഞി അയനൂർ ശാഖാ മന്ദിരത്തിൽ ശിവഗിരി മഠം സന്യാസി പ്രബോധ തീർത്ഥ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. യൂണിയൻ പ്രസിഡന്റ് KM സുകുമാരൻ, സെക്രട്ടറി ചന്ദ്രൻ, ഡയറക്ടർ ബോർഡ് അംഗം കിളിയമ്പറമ്പിൽ, വനിതാ സംഘം പ്രസിഡന്റ് പത്മജ മോഹനൻ, സെക്രട്ടറി അനില, സ്മൈൽ സംഘടനയുടെ കോർഡിനേറ്റർ ബെൻസൺ, ധന്യ ബെൻസൺ എന്നിവരും ശാഖാ പ്രസിഡന്റ് KV സന്തോഷ്, സെക്രട്ടറി ഷൈജു KV, വൈസ് പ്രസിഡന്റ് രജീഷ് അയ്നൂർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകൾ നൽകുന്ന ആദരം തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. തിരുവത്ര റെഡ് ലൈൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാട്ടുകൂട്ടം സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു. കൗൺസിലർ ശ്രീജി സുഭാഷ്, VA ഗണേശൻ, ക്ലബ്ബ് ഭാരവാഹികളായ KM വിജീഷ്, VV വിനീഷ്, VA രബീഷ് എന്നിവർ സംസാരിച്ചു. റെഡ് ഹൌസ് അണ്ടത്തോടിന്റെയും നസീർ സ്മാരക ട്രസ്റ്റ് GCC കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നസീഫ് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കടലിൽ അകപ്പെട്ട വിദ്യാർത്ഥിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയവർക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് SI ശിവശങ്കരൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർമാരായ PS അലി, ബുഷറ നൌഷാദ്, സമിതി സെക്രട്ടറി നവാസ് അണ്ടത്തോട്, GCC ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി MPPM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കായി പ്രാർത്ഥനയും നടത്തി. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണം വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ നിർവഹിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി ചിനോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറിമാരായ അന്ന കൊള്ളന്നൂർ, ബ്രെയ്ഡ്ലി P ബാബു, ട്രഷറർ ക്രിസ്റ്റോ ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. പന്നിത്തടം INTUC യൂണിയന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഉപഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ രക്ഷാധികാരിയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമായ K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി MP സിജോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭാരവാഹികളായ PU പ്രകാശൻ, സലാം വലിയകത്ത്, യൂണിയൻ ലീഡർ മോഹനൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ പഞ്ചായത്ത് പള്ളിക്കുളം വാർഡ് കമ്മിറ്റി SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. തിപ്പലശ്ശേരി കസ്തൂർബ ഹാളിൽ നടന്ന അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റുമായ MH ഹക്കീം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ്,
വാർഡ് പ്രസിഡന്റ് നിഹാൽ, PK ഷഹബാസ് എന്നിവർ സംസാരിച്ചു. സ്റ്റാർഗിംഗ് വടക്കേ കോട്ടൂലിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ക്ലബ്ബ് തല വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഫുൾ A+ നേടിയ 9 സ്റ്റാർ നഗറിലെ KS ഐഷ ഫിദയ്ക്ക് ഉപഹാരം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc മൈക്രോബയോളജിയിൽ 1ാം റാങ്ക് നേടിയ നഗറിലെ P. റിയ റോയ് ഉദ്ഘാടനം ചെയ്തു. ഫുൾ A+ നേടിയ MV അവന്തികയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തകൻ ഷിജു കോട്ടോലും MI സന നസ്റിന് ക്ലബ്ബ് ട്രഷറർ KK നിഖിലും ഉപഹാരം കൈമാറി. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ക്ലബ്ബ് തല വിദ്യാർത്ഥികളായ TA സന, CS അസ്ന പർവിൻ, സ്വാദിഖ് എന്നിവർക്ക് ക്ലബിന്റെ മുൻ പ്രസിഡന്റായിരുന്ന MM അശ്വിൻ, ജൂനിയർ അംഗങ്ങളായ മുഹമ്മദ് ഫാരിസ്, രഞ്ജിത്ത് എന്നിവർ ഉപഹാരം നൽകി. പരിസ്ഥിതി ദിന മാസാചരണത്തിന്റെ ഭാഗമായി വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുന്തിരിത്തൈകളും ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സൊസൈറ്റി ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, ജീവകാരുണ്യ പ്രവർത്തകൻ കോതോടത്ത് അപ്പുനായർ, CT പോൾ, പ്രസാദ് പുലിക്കോടൻ, VM ഷാജഹാൻ, ഡോക്ടർ CI മാത്യു, RV അബ്ദുൾ മാലിക്, സീതാകുമാരൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും 100% വിജയം നേടിയ ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചരമം വേലൂർ രാജസാർ രാമവർമ്മ ഹൈസ്കൂളിന്റെ സ്ഥാപകൻ വെങ്കിടേശ്വര അയ്യരുടെ മകനും അധ്യാപകനുമായ രഘുനാഥൻ മാസ്റ്റർ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം ചിറക്കൽ ഇഞ്ചിക്കാലയിൽ മൊയ്തുണ്ണി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സെഫിയ ഭാര്യയും ജാഷിം, ജിംഷി എന്നിവർ മക്കളുമാണ്. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരൂർ കുപ്രവള്ളി സ്കൂൾ മുൻ അധ്യാപികയും പുന്നൂർകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഫാത്തിമ ലീനസിന്റെ മാതാവ് സൈനബ ടീച്ചർ നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുന്നൂർകുളം കോറോത്തയിൽ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷെക്കിൽ, പരേതനായ അൻവർ എന്നിവർ മറ്റു മക്കളാണ്. പോർക്കുളം കൊങ്ങണ്ണൂർ കാവിൽ ഗംഗാധരൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഹരി, മഞ്ജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. മരത്തങ്കോട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കൂനമൂച്ചിയിൽ വീണ്ടും വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചു. ഭൂചലനത്തിൽ പരിഭ്രാന്തനായി കൊമ്പൻ പാറന്നൂർ നന്ദൻ. ത്യാഗസ്മരണകളിൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രി കൂട്ടായ്മയുടെയും സന്ദേശമുണർത്തി സമാഗതമാകുന്ന ഈദുൽ അസ്ഹ എന്ന ബലിപ്പെരുന്നാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. വലിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി മസ്ജിദുകളും ഈദ്ഗാഹുകളും. ദേശീയപാത മണത്തല ഐനിപ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ 14കാരൻ മരിച്ചു. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പുറകിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ ബിനോയ് തോമസിന്റെ വീട് റവന്യൂ മന്ത്രി K. രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും സന്ദർശിച്ചു. എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രിമാർ. കടങ്ങോട് ബെസ്റ്റ് ഗ്രാനൈറ്റ് ക്വാറി പരിസരത്ത് നിന്നും 400 ലിറ്റർ വാഷ് കണ്ടെത്തി. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.